ഇവരിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചേർന്ന് മധു എന്ന് പറയുന്ന 2018 അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു മധു മദ്യപിച്ച് റോഡിൽ കിടന്ന് അലമുണ്ടാക്കിയനല്ല, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തെ അതിക്രൂരമായി ഒരു സംഘം ആൾക്കൂട്ട വിചാരണ നടത്തി അതിനെ തല്ലിക്കൊന്നു കളഞ്ഞത്. ആഹാരത്തിന് വേണ്ടിയുള്ള ഒരു മനുഷ്യൻ്റെ എന്താ പറയുക, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ 10-40 രൂപ ചിലവ് വരുന്ന ഒരു ആഹാരത്തിന് വേണ്ടിയാണ് ഒരു മനുഷ്യനെ ഒരു കാട്ടിലെ പാറയിടുക്കിൽ നിന്നും അവിടെ നിന്നും പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ഒരു ആൾക്കൂട്ടത്തിൻ്റെ നടുക്ക് വലിച്ചു കൊണ്ടുവന്ന് കെട്ടി ഉടുപ്പ് ഇട്ടിരുന്ന ഷർട്ട് ഊരി കൈ കെട്ടിക്കൊണ്ടാണോ അതുവിനെ അവിടെ കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയത്. ഇതല്ല, ഇതും അതുമായിട്ട് നിങ്ങൾ കൂട്ടിക്കെട്ടാൻ പാടില്ല. അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതേ സമയത്ത് തന്നെ ഈ വിഷ്ണുപ്രസാദിനും ഈ പറയുന്ന റെജി മാത്യുവിനും ഒന്നും ഈ പരിപാടി കൈകാര്യം ചെയ്യാനുള്ള റൈറ്റും ഇല്ല. അത് അവരും മനസ്സിലാക്കിയിരിക്കണം. അതൊരു എന്താ പറയുക, ഒരു ചെറുപ്പക്കാരൻ മദ്യപിച്ച് വാഹനത്തിന് ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടിയും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണെന്ന്, മിക്കവാറും വണ്ടികളല്ല ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ്. അല്ലെ ഇത് കേസാക്കണം. ഒരു ചെറുപ്പക്കാരനെ അവരുടെയും വീട്ടിൽ അനിയന്മാർ കുട്ടികളൊക്കെ ഉണ്ടാകുമല്ലോ.